ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ മുരിങ്ങക്കറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുമ്പിൽ വീഡിയോസ് കുറച്ച് എടുക്കാൻ പറ്റിയില്ല, കാരണം തേങ്ങ ഞാൻ അരച്ച് കഴിഞ്ഞു കേട്ടോ. തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ കുരുമുളക്, ജീരകം, വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ട് തേങ്ങയൊന്ന് നന്നായി അരച്ചെടുക്കുക. അതിൽ ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഈ തേങ്ങ ഒഴിച്ചതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ, എരിവിനനുസരിച്ചിട്ട്. അപ്പോൾ അത് പരിപ്പില്ലാത്ത മുരിങ്ങക്കറിയാണ്. അപ്പോൾ ഞാൻ മുരിങ്ങ നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, കോലൊന്നും ഇല്ലാതെ കേട്ടോ. അപ്പോൾ ഞാൻ ചാറിന് നല്ലപോലെ തിളക്കട്ടെ. അപ്പോൾ പരിപ്പ് ഇടുന്നവരുണ്ട്, പരിപ്പ് ഇടാണ്ട് വെക്കുകയും ചെയ്യുക, ഇടാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചില സമയത്ത് പരിപ്പിടാറില്ല. പെട്ടെന്ന് ആവും കേട്ടോ ഈ മുരിങ്ങക്കറി. പരിപ്പ് വേണ്ട സമയം നമുക്ക് ലാഭിക്കാം. അപ്പോൾ ചാറ് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഊരി വെച്ചിട്ടുള്ള മുരിങ്ങയില്ലേ, ആ മുരിങ്ങ എടുത്തിട്ട് ചാറിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. തീ സിമ്മാക്കി വെക്കണേ. അപ്പോൾ അതാ ചാറ് നന്നായി തിളച്ചു. അപ്പോൾ ഞാൻ മുരിങ്ങ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വയ്ക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ മുരിങ്ങക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തിളയ്ക്കലിൽ തന്നെ മുരിങ്ങ പെട്ടെന്ന് വേകുമല്ലോ, അപ്പോൾ ഈ കറി പെട്ടെന്നാകും. അപ്പോൾ അതാ മുരിങ്ങ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ മുരിങ്ങ വെന്തതിന് ശേഷം ഞാനിതിലോട്ട് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുക കേട്ടോ. കടുക് വറുക്കാറില്ല മുരിങ്ങയിൽ, വെളിച്ചെണ്ണയാണ് ഒഴിക്കാറ്. അപ്പോൾ അതാ ഏകദേശം എൻ്റെ കറി റെഡിയാവാറായി. അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.